ഉണ്മയുടെ രഹസ്യത്തിൻ്റെ വഴികൾ, വാതായനങ്ങൾ ഒന്നൊന്നായി തുറന്നു തന്നുകൊണ്ടേയിരുന്നു. നിങ്ങൾക്ക് സാന്നിധ്യത്തിലേക്ക് പോവുക എളുപ്പമല്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പ്രാണായാമം. ശ്വാസത്തെ അകത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ ഉദരം വികസിക്കുന്നതായും പുറത്തേക്ക് വിടുമ്പോൾ സങ്കോചിക്കുന്നതായും അറിയുക. അതുമാത്രമാണ് തുടക്കം. പിന്നെ നിങ്ങൾക്ക് ഭാവന ഇഷ്ടമാണല്ലോ. വികാരങ്ങളുടെ ഭാവനാ ലോകത്ത് നിന്ന് മനസ്സുമായി ഗുഡ് ബൈ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഇനി വരേണ്ടത് സാന്നിധ്യത്തിൻ്റെ ഭാവനാ ലോകത്താണ്. നമുക്കറിയാലോ പാലാഴിയിൽ പള്ളികൊള്ളുന്ന അനന്തശായിയായ ഭഗവാനെക്കുറിച്ച്. അതാരാണ് ശരിക്കും? നമ്മൾ അതാവുക, ആ ഭാവനാ ലോകത്താവുക. പ്രകാശത്തിൻ്റെ ഒരു പാൽക്കടലിൽ നാം മുങ്ങുന്നു. അവിടെ നമ്മുടെ ശരീരം കിടക്കുന്നതായി കാണുക. ആ ശരീരത്തിലേക്ക് അനന്തമായ ഊർജ്ജപ്രവാഹം, പ്രകാശം കടന്നു വരുന്നതായി അറിയുക. അതിൻ്റെ തണുപ്പറിയുക, അതിൻ്റെ ഊർജ്ജസ്വലത അറിയുക. നമ്മൾ പ്രകാശമായി മാറുക.